ശബരിമലയിലെത്തി അയ്യനെ കാണുകയെന്നത് ഓരോരുത്തരുടെയും സ്വപ്നമാണ്. എന്നാൽ പലവിധ കാരണങ്ങൾ കൊണ്ട് പല പ്രവാസികൾക്കും ഇത് സാധ്യമാകാറില്ല. അതുകൊണ്ട് UAEയിലെ അയ്യപ്പ ഭക്തരുടെ കൂട്ടായ്മയായ അയ്യപ്പ സേവാ സമിതി അയ്യപ്പ പൂജാ മഹോത്സവം അജ്മാനിൽ ഒരുക്കി. മണ്ഡലകാലത്തിൻ്റെ പുണ്യമായി മാറി ചിന്മുദ്രം എന്ന പേരിൽ നടന്ന പരിപാടി ശരണാർച്ചനകളോടെ ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തർ ഒത്തുചേർന്നപ്പോൾ അജ്മാൻ ഇന്ത്യൻ അസോസിയേഷൻ ഹാൾ മറ്റൊരു പൂങ്കാവനമായി മാറി. മാലയിട്ട് വ്രതമെടുത്ത് അയ്യനെ കാണാൻ പോവാനാവാത്ത സങ്കടമെല്ലാം അവർ ശരണം വിളിച്ചും ഭജന പാടിയും ഭഗവാന് മുന്നിൽ സമർപ്പിച്ചു. ശനിയാഴ്ച വൈകിട്ട് ഭഗവതി സേവയോടെയായിരുന്നു മഹോത്സവത്തിന് തുടക്കമായത്. തുടർന്ന് ലളിത സഹസ്രനാമ പാരായണം, ഭജൻസ്, ദീപാരാധന എന്നിവ നടന്നു. UAEയുടെ വിവിധ എമിറേറ്റുകളിൽ നിന്നായി ആയിരക്കണക്കിന് ഭക്തരാണ് ഉത്സവത്തിൽ പങ്കുകൊള്ളുവാൻ അജ്മാൻ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിലേക്ക് എത്തിയത്. ശബരിമല തന്ത്രി കണ്ഠര് രാജീവര് മുഖ്യ കാർമ്മികനായി. കേരളത്തിനേക്കാളും കൂടുതൽ ആത്മീയ കാര്യങ്ങളുടെ ഉണർവ് ഗൾഫ് കൺട്രീസിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടുത്തെ ആൾക്കാരൊക്കെ കൂടുതൽ അതിനെക്കുറിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് നല്ല രീതിയിൽ നടത്തുന്നുണ്ട്. മണ്ഡല വ്രതം, മകരവിളക്കിൻ്റെയൊക്കെ ശരിക്കും വ്രതസ്ഥിതിയോടുകൂടിയാണ് അവരെ ഇവിടെയൊക്കെ ചെയ്യുന്നത്. നല്ല കാര്യമായിട്ട് തന്നെ തോന്നുന്നുണ്ട്. നമ്മുടെ നാട്ടിലെക്കാളും വിശ്വാസം കൂടുതൽ ഇവിടെ കേരളം വിടുമ്പോഴാണ്. അത് സത്യമാണ്. ഞായറാഴ്ച മഹാഗണപതി ഹോമത്തോടെ 2ാം ദിവസത്തെ മഹോത്സവം ആരംഭിച്ചു. തുടർന്ന് കൊടിയേറ്റം, സോപാന സംഗീതം തുടങ്ങിയവ നടന്നു. അനുഷ്ഠാന കലയായ കോൽക്കളിയും ചിന്തുപാട്ടും പ്രവാസ ജീവിതത്തിനിടയിലും കാണാനും ആസ്വദിക്കാനുമായതിന്റെ സന്തോഷത്തിലായിരുന്നു ഭക്തർ. അയ്യപ്പ സേവാ സമിതി UAEയുടെ 22ാമത് അയ്യപ്പ മഹോത്സവം ഇന്നലെ വൈകുന്നേരം ഇവിടെ ആരംഭിച്ചു. ഇന്നലെ വൈകുന്നേരം ഭഗവതി സേവയായിരുന്നു. ഇന്ന് കാലത്ത് ശബരിമല തന്ത്രി രാജീവ് കണ്ഠരുടെ നേതൃത്വത്തിൽ മഹാഗണപതി ഹോമം, അതിനുശേഷം ശബരിമലയിൽ എന്താണോ നടക്കുന്നത് എല്ലാ ചടങ്ങുകളും തന്ത്രിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കും. മഹാമൃത്യുഞ്ജയ ഹോമമുണ്ട്. നമ്മളെല്ലാവരും സ്വീകരിച്ചുകൊണ്ട് അയ്യപ്പൻ്റെ വിഗ്രഹം അദ്ദേഹം പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. വൈകുന്നേരം പടിപൂജയുണ്ട്. രാത്രി അരിവരാസനത്തോടു കൂടിയിട്ട് ഈ വർഷത്തെ ഉത്സവത്തിൻ്റെ സമാപനമാവും. ഏറ്റവും നല്ല കാര്യമെന്നുള്ള പറയുന്നത് ഇതുപോലുള്ള പൂജകളും അതുപോലെ തന്നെ പല കാര്യങ്ങളും നമുക്ക് ഇവിടെ വിജയിപ്പിക്കാൻ വേണ്ടി പറ്റുന്നത് ഇവിടുത്തെ ഭരണാധികാരികളുടെ ഒരു നല്ല മനസ്സുകൊണ്ടാണ്. അവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നമ്മളെ മലയാളികൾക്ക് കിട്ടുന്ന പോലെ തന്നെ എല്ലാ അയ്യപ്പ വിശ്വാസികൾക്ക് കിട്ടുന്ന പോലെ തന്നെ അവർക്കും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. അജ്മാൻ ഇന്ത്യൻ അസോസിയേഷൻ ഹാൾ നിറഞ്ഞു കവിഞ്ഞ ഭക്തജന സഞ്ചയം. ഉച്ചയ്ക്ക് ശേഷം നടന്ന ത്യാഗബ്രഹ്മം TS രാധാകൃഷ്ണൻ സംഘം അവതരിപ്പിച്ച ഭക്തിഗാന തരംഗിണിക്കൊപ്പം ഏറ്റുപാടിയും താളം പിടിച്ചും ഉത്സവാഘോഷത്തിൽ അലിഞ്ഞു ചേർന്നു. മാളികപ്പുറ സിനിമയുടെ തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ളി അടക്കമുള്ള പ്രമുഖർ ചടങ്ങുകളുടെ ഭാഗമായി.
എനിക്ക് ഏറ്റവും വലിയ സന്തോഷം വെച്ചാൽ മാളിയപ്പൻ എന്നുള്ള സിനിമയുടെ ആദ്യത്തെ ഒരു ഗ്ലിംസ് നമ്മൾ പ്രദർശിപ്പിച്ച കഴിഞ്ഞ വർഷം ഈ പരിപാടിയിലാണ്. എനിക്കൊന്ന് ഹരിവരാസനം എന്നുള്ള പാട്ട് ഞങ്ങൾ വിഷ്വൽ ചെയ്തിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ സീൻ ഇവിടെയാണ് ആദ്യമായിട്ട് അന്ന് അത് വിഷ്വൽ ചെയ്തത്. അന്ന് ഉണ്ണി മൂന്നനും അതിൻ്റെ വൺ ഓഫ് ദ പ്രൊഡ്യൂസർ വേണു കുന്നപ്പള്ളി സാറും കൂടെയാണ് അന്ന് വന്നത്. അപ്പോൾ ഈ ഒരു വർഷത്തിന് ശേഷം അതിൻ്റെ എഴുത്തുകാരെന്ന രീതിയിൽ എനിക്ക് ഈ പ്രോഗ്രാമിൽ വരാൻ പറ്റിയപ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഏറ്റവും വലിയ സന്തോഷം നാട്ടിൽ നിന്ന് വിട്ട് പ്രവാസി ലോകത്ത് നിൽക്കുന്ന ഇവർ ഒരു കൂട്ടായ്മ പോലെ 10-23 വർഷമായിട്ട് ഇത് ചെയ്യുമെന്ന് പറയുമ്പോൾ വലിയ സന്തോഷം. പിന്നെ മാളിയപ്പൻ എന്നൊരു സിനിമയ്ക്ക് ഇത്രയും വലിയൊരു വിജയം UAE സംഭവിച്ചതിൻ്റെ കാരണം എന്താ എനിക്കിപ്പം മനസ്സിലായി. കാരണം ഈ കൂട്ടായ്മ തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു വിജയം. പടിപ്പാട്ടിന് ശേഷം ഹരിവരാസനത്തോടുകൂടി നടയടച്ചു. 22ാമത് വർഷമാണ് അയ്യപ്പ സേവാ സമിതി UAE അയ്യപ്പ പൂജ മഹോത്സവം സംഘടിപ്പിക്കുന്നത്.